നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയിലും എല്ലാം സഹിച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടും എന്തിനാ മണ്ഡപത്തില് എന്നെ കൊണ്ടുചെന്ന് ഇരുത്തി ആ മനുഷ്യനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു. എന്റെ ജീവിതത്തിന് ഇനി അർത്ഥമുണ്ടോ? ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ എന്റെ കുട്ടി ഭഗവാനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇനി നീ ജീവിക്കേണ്ട കാര്യമുണ്ടോന്ന്? ഇല്ലാണ്ട് പിന്നെ ഒരിടത്തും നടക്കാത്ത കാര്യം നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നു. കഴുത്തിൽ നിന്നും നിന്റെ കെട്ടുതാലി പറിച്ചെടുക്കുമ്പോ കാഴ്ചക്കാരിയെ നോക്കി നിൽക്കേണ്ടി വന്നു. മുത്തശ്ശിയുടെ വാശിക്ക് മുൻപിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. എന്നോട് പൊറുക്കു കൂട്ടി. അമ്മ എന്താ ചെയ്യാൻ പോന്നെ? അമ്മ അങ്ങനെ ചെയ്ത പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കുട്ടി. എല്ലാം മനസ്സിലാക്കാൻ അമ്മ വൈകി പോയല്ലോ. ഇടയിൽ എപ്പോഴെങ്കിലും നീ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും നാവിൽ നിന്ന് അത് കേട്ടിരുന്നെങ്കിൽ ഈ ചതിയുടെ കൂടെ അമ്മ നിൽക്കില്ലായിരുന്നു. പിന്നെന്താ ചെയ്യാനാ? ഇവിടെ ഞങ്ങക്ക് വഴിന്ന് കിട്ടിയതാ. അച്ഛൻ ആരാ അമ്മ ആരാണെന്നൊന്നും അറിയില്ല. ഇവിടെ മരുമോളായിട്ട് കൊണ്ടുപോയിക്കോന്ന് പറയോ? എന്നെ സ്വീകരിക്കോ അവര്? കുലവും ജാതിയും എന്നൊക്കെയുള്ള ആക്ഷേപം എത്ര കേട്ടതാ. അതുകൊണ്ട് പാരമ്പര്യമുള്ള ഒരു കുടുംബം എന്നെ സ്വീകരിക്കോ? ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഭഗവാനോട് പറയുന്നത് അതെന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിട്ടാ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരും, അടുക്കളയിലോട്ട്. എനിക്ക് ചെയ്യാൻ അവിടെ ഒരുപാട് ജോലികളുണ്ടല്ലോ. അല്ലാതെ മനസ്സിലെ സ്വപ്നം കൊണ്ട് നടക്കാൻ എനിക്കെവിടെ അമ്മ നേരം? സ്വയം കുത്തി വേദനിക്കല്ലേ? നിന്റെ ഭഗവാനല്ലേ? ഭഗവാൻ നിനക്ക് തന്ന പരീക്ഷണങ്ങളായിരിക്കും. എല്ലാ പരീക്ഷണങ്ങൾക്കൊടുവിലും നിന്നെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാളെ അനുഗ്രഹിക്കില്ല. അത് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എന്റെ മോൾ എനിക്കറിയില്ല. അച്ഛനോടും അമ്മയോടും നീ പുറത്തേക്കണേ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.